ഗോവിന്ദചാമി ജയിൽ ചാടി എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തത് ഏതാണ്ട് ഒരു ഒന്നൊന്നരക്കാണ് ഗോവിന്ദചാമി ജയിൽ ചാടുന്നത്. ആ ചാടിയത് തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം ഏതാണ്ട് 1.5-3 മാസങ്ങൾ കൊണ്ടിട്ട് ഇത് ഹാക്സോ ബ്ലേഡ് ഹാക്സോ ബ്ലേഡ് അല്ല, ശരിക്കും പറഞ്ഞ ഒരു അരം പുള്ളി സംഘടിപ്പിച്ചു. ഈ അരം അവിടെ നിന്ന് സംഘടിപ്പിച്ചു. കൂടാതെ പുള്ളി തുണികളൊക്കെ ജയിലിനകത്ത് നിന്ന് തന്നെ മോട്ടിച്ച്, നിങ്ങളൊന്ന് ആലോചിക്കണോട്ടെ, പുറത്തുനിന്നല്ല, ജയിലിനകത്ത് വേറെ തുണികൾ മോട്ടിച്ച് അത് പേപ്പർ അതുപോലെ കെട്ടി ഒരു മാല പോലെ കോർത്തു വെച്ചു. ആ കോർത്തു വെച്ചതിന് ശേഷം ഇതിൻ്റെ 3 മതിലുകൾ ചാടിക്കിടന്നു. ആ 3 മതിലുകൾ ചാടിക്കിടന്നു. അതിൽ 2 മതിൽ ചാടിയപ്പോൾ ഇടയ്ക്ക് ഗോവിന്ദചാമിക്ക് തന്നെ തോന്നി എങ്ങനെയെങ്കിലും തിരിച്ചു പോയാലോ എന്നൊക്കെ തോന്നി ഈ പെടാപ്പാടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഈ പറയുന്ന 1:30 തന്നെ ഇറങ്ങി. പക്ഷെ ഇവരെല്ലാം ഇത് അറിയുന്നത്, അതായത് ജയിലധികൃതർ അറിയുന്നത് 5:30 എന്ന് പറഞ്ഞ് ഇദ്ദേഹം പലതവണ ട്രയൽ നടത്തിയിട്ട് മറ്റേ കമ്പിയിൽ പിടിച്ചു നോക്കി ഷോക്ക് ഉണ്ടോ എന്നൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ കമ്പിയിലൊന്നും ഷോക്കിലൊന്നും ഉറപ്പുവരുത്തി. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഉറപ്പുവരുത്തിയിട്ട് പോലും ഇദ്ദേഹം ഏതാണ്ട് 3-4-5 കിലോമീറ്റർ മാത്രമേ ഈ പറയുന്ന ഗോവിന്ദചാമി പോയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്ക്.